വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഇന്റർനെറ്റ് ലോകത്ത് കുട്ടികളെ കാത്തിരിക്കുന്നത് ചതിക്കുഴികൾ. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? കുട്ടികളും സൈബർ സുരക്ഷയും മാതാപിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളെ ഗാഡ്ജറ്റുകളിൽ നിന്നും ഓൺലൈൻ ലോകത്തു നിന്നും അധികകാലം അകറ്റി നിർത്താൻ സാധിക്കുകയില്ല. വളരെ ചെറിയ കുട്ടികൾ പോലും മുതിർന്നവരെക്കാൾ എളുപ്പത്തിൽ മൊബൈലുകൾ, ടാബ് തുടങ്ങിയ ഗാഡ്ജറ്റുകളെ ഓൺലൈൻ ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്നു. ഒരു ഭാഗത്ത് ഡിജിറ്റൽ ലോകം വരും തലമുറകൾക്ക് മുന്നിൽ നന്നേ ചെറുപ്പം മുതൽക്കേ അപാരമായ സാധ്യതകൾ തുറന്നിടുമ്പോൾ, മറുഭാഗത്ത് പലതരം സൈബർ ഭീഷണികളും ചതിക്കുഴികളും ഡിജിറ്റൽ ലോകത്ത് കുട്ടികളെ കാത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈനിൽ കുട്ടികളുടെ സുരക്ഷിത ഉറപ്പാക്കുന്നതിൽ രക്ഷിതാക്കൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. കുട്ടികൾക്കിടയിൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾ ജാഗ്രതയും മുൻകരുതലും സ്വീകരിക്കേണ്ടത് നിർണായകമാണ്. ഓൺലൈൻ അപകട സാധ്യതകൾ മനസ്സിലാക്കുക. സൈബർ ഭീഷണിപ്പെടുത്തൽ, അനുചിതമായ ഉള്ളടക്കം, സ്വകാര്യ ലംഘനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പലതരം ഓൺലൈൻ ഭീഷണികൾക്ക് കുട്ടികൾ വിധേയരാകുന്നു. നോട്ട് ഓൺ ലൈഫ് ലോക്കിന്റെ 2022 ഒരു സർവേ പ്രകാരം 70% ഇന്ത്യൻ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരാണ്. രക്ഷകർത്താ നിയന്ത്രണങ്ങൾ. കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും രക്ഷകർത്താ നിയന്ത്രണങ്ങൾക്ക് കഴിയും. ഗൂഗിൾ ഫാമിലി ലിങ്ക്, ആപ്പിൾ സ്ക്രീൻ സമയം എന്നിവ പോലെയുള്ള ടൂളുകൾ സ്ക്രീൻ സമയ പരിധികൾ സജ്ജീകരിക്കാനും അനുയോജ്യമായ ഉള്ളടക്കം ബ്ലോക്ക് ചെയ്യാനും മാതാപിതാക്കൾക്ക് അനുവദിക്കുന്നു. ഓൺലൈൻ സുരക്ഷയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. ഓൺലൈൻ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണം. വ്യക്തിപരമായ വിവരങ്ങൾ പങ്കിടാതിരിക്കുക, സംശയാസ്പദമായ പെരുമാറ്റത്തെ തിരിച്ചറിയുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളെ സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പ്രാപ്തരാക്കും. വേണം തുറന്ന ആശയവിനിമയം. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ തുറന്ന ആശയവിനിമയം അനിവാര്യമാണ്. കുട്ടികളെ അവരുടെ ഓൺലൈൻ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും അവർ നേരിടുന്നതും നേരിടാൻ സാധ്യതയുള്ളതുമായ പ്രശ്നങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ രക്ഷിതാക്കളെ സഹായിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സൈബർ ഭീഷണികൾക്കും കുട്ടികൾക്ക് ഹിതകരമല്ലാത്ത മറ്റു പ്രവർത്തനങ്ങൾക്കും ഒരു വിളനിലമായിരിക്കും. രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയും അവർ ഓൺലൈനിൽ ആരുമായി അതിരുവിട്ട് ഇടപഴകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. സാങ്കേതിക വിദ്യ വിവേകപൂർവ്വം ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. സാങ്കേതിക വിദ്യ നിരവധി നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വിവേകത്തോടെ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. നല്ല ഡിജിറ്റൽ ശീലങ്ങൾ സ്വയം പരിശീലിപ്പിച്ച് രക്ഷിതാക്കൾ മാതൃക കാണിക്കണം. സ്കൂളുകളുടെ പങ്ക്. ഓൺലൈൻ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സ്കൂളുകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ പല സ്കൂളുകളും ഇതിനകം തന്നെ തങ്ങളുടെ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ സാക്ഷരതാ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തി ഉത്തരവാദിത്തമുള്ള ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികളും സൈബർ സുരക്ഷയും. രക്ഷിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ. ഇന്റർനെറ്റ് പരിധികളില്ലാത്ത അറിവിന്റെയും അവസരങ്ങളുടെയും വിനോദത്തിന്റെയും വിസ്മയങ്ങളുടെയും ലോകം. എന്തിനെക്കുറിച്ചും ഏത് വിധത്തിലുള്ള അറിവുകൾക്കും സമീപിക്കാവുന്ന ഇടം. അതുപോലെ അപകടങ്ങളുടെയും ചതിക്കുഴികളുടെയും കൂടെ ലോകം കൂടിയാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായി നിർത്തേണ്ടതുണ്ട്. മോശം വ്യക്തികളുമായുള്ള സമ്പർക്കം, മാൽവയറുകൾ, മോശം കണ്ടന്റുകൾ, ഇതിൽ നിന്നെല്ലാം കുട്ടികളുടെ സംരക്ഷണം നൽകണം. അതേസമയം തന്നെ ഡിജിറ്റൽ അവസരങ്ങൾ നിഷേധിക്കാനും പാടില്ല. കുട്ടികളെ പൂർണ്ണമായി ഇന്റർനെറ്റിൽ നിന്നും അകറ്റി നിർത്തുന്നതും തെറ്റായ രീതിയാണ്. ഇന്റർനെറ്റിന്റെ എല്ലാ നല്ല വശങ്ങളും ഉപയോഗിക്കാനും മോശം കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുമാണ് നാം അവരെ ശീലിപ്പിക്കേണ്ടത്. ഓൺലൈൻ ആക്ടിവിറ്റിയെ പറ്റി തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ എന്താണ് വായിക്കുന്നതെന്നും കാണുന്നതെന്നും ഓൺലൈനിൽ ആരുമായാണ് ഇടപഴകുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ അവരുമായി സംസാരിക്കണം. അവർ വളരുന്നതനുസരിച്ച് ഈ സംഭാഷണം തുടരാനും ശ്രദ്ധിക്കണം. കുട്ടി സന്ദർശിക്കുന്ന സൈറ്റുകൾ, ആപ്പുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും തെറ്റായവ ചൂണ്ടിക്കാണിക്കാനും ശ്രദ്ധിക്കണം. ഓൺലൈനിൽ എങ്ങനെ പെരുമാറണം, ആളുകളുമായി എങ്ങനെ ഇടപഴകണം, പബ്ലിക് സ്പേസിൽ എങ്ങനെ സ്വയം പ്രതികരിക്കണം എന്നിങ്ങനെ അവരെ ബോധവൽക്കരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. വീടിന് പുറത്തുനിന്നും കുട്ടികൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന സമയം വരും. അതിനായി നിങ്ങളുടെ കുട്ടി തയ്യാറായി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയും നിങ്ങൾക്കുണ്ട്. വീട്ടിലെ കമ്പ്യൂട്ടറുകളും ഡിവൈസുകളും കണ്ണെത്തുന്നിടത്ത് സൂക്ഷിക്കുക. കുട്ടികൾ ഓൺലൈനിൽ സമയം ചിലവഴിക്കുമ്പോൾ എപ്പോഴും രക്ഷിതാക്കളുടെ നിരീക്ഷണത്തിൽ ആയിരിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ. വീട്ടിലെ കമ്പ്യൂട്ടറുകളും മറ്റും മാതാപിതാക്കൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലത്ത് സൂക്ഷിക്കണം. അവരുടെ സ്ക്രീനുകളും മറ്റും നിങ്ങളുടെ നിരീക്ഷണം ഉണ്ടാകാൻ ഇത് സഹായിക്കും. മൊബൈൽ ഡിവൈസുകളും വൈഫൈ പാസ്വേഡുകളും ഫോർഗോട്ട് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അറിയാതെ കുട്ടികൾക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുകയില്ല.
കിടപ്പുമുറികളിൽ ടാബുകളോ ലാപ്ടോപ്പുകളോ തുടങ്ങിയവ സൂക്ഷിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. ചെറിയ കുട്ടികൾ ഓൺലൈനിൽ എന്തൊക്കെ സൈറ്റുകളാണ് സന്ദർശിക്കുന്നതെന്ന് കാണാൻ ബ്രൗസർ ചരിത്രങ്ങൾ പരിശോധിക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. ഓൺലൈനിൽ ചിലവഴിക്കുന്ന സമയം ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ കുട്ടി ഓൺലൈനിൽ ചിലവഴിക്കുന്ന സമയം നിരീക്ഷിക്കുന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഇവർ മോശം ശീലങ്ങൾ വളർത്തിയെടുക്കില്ലെന്ന് ഉറപ്പാക്കുക. ഓൺലൈനിൽ ചിലവഴിക്കാൻ ഒരു സമയപരിധി തീരുമാനിക്കുക. സെക്ഷനുകൾക്കായി ടൈമർ സജ്ജീകരിക്കുക. ഓരോ രാത്രിയും ഒരു നിശ്ചിത സമയത്ത് ഹോം വൈഫൈ സ്വിച്ച് ഓഫ് ആക്കുകയും വേണം. ഇന്റർനെറ്റിൽ നിന്നും ഒരു ടൈം ഔട്ട് ശീലിക്കാൻ ഇത് നല്ലതാണ്. ലൊക്കേഷനുകൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. മിക്ക ആപ്പുകൾക്കും നെറ്റ്വർക്കുകൾക്കും ഡിവൈസുകൾക്കും ജിയോ ടാഗിംഗ് ഫീച്ചറുകൾ ഉണ്ട്. ജിയോ ടാഗിംഗ് ഫീച്ചറുകൾ നിങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കാനും ടാർഗറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.